ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ ഈ കാർഡ് കയ്യിൽ കരുതാൻ മറന്നു പോകാറുണ്ട്. അല്ലെങ്കിലോ അത് നഷ്ടപ്പെടുമെന്ന പേടിയും കാണും. ഇതിനെല്ലാമുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ആധാർ ആപ്പ്. ഏറ്റവും പുതിയ ആധാർ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ വിവരങ്ങൾ നൽകേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ ആധാർ കാർഡ് സുരക്ഷിതമായി നൽകുന്നതിന് വേണ്ടി ഡിജിറ്റൽ രൂപത്തിൽ ഷെയർ ചെയ്യാനായിട്ടും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് സൗകര്യമുണ്ടായിരിക്കും. ഈ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ആധാർ സർവീസ് സെൻ്ററുകൾ സന്ദർശിക്കാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ ID തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, ഇതിലെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ സെർച്ച് ബാറിൽ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ ആധാർ ആപ്പ് കാണാവുന്നതാണ്. അപ്പോൾ ആ ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. തുടർന്ന് ഇവിടെയുള്ള ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇതുപോലെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓപ്പൺ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും. ക്യാമറ, SMS, കോൾസ് എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പെർമിഷൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ബിഗിൻ ജേണി എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാം രജിസ്റ്റർ വിത്ത് ജസ്റ്റ് 3 സ്റ്റെപ്സ്, അതായത് വെറും 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ ഒരു ആധാർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് അവിടെ നമുക്ക് കാണാവുന്നതാണ്. അതായത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക, SMS വെരിഫിക്കേഷന് വേണ്ടി സിം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുക എന്നിങ്ങനെയുള്ള 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ താഴെയുള്ള എൻ്റർ യുവർ ആധാർ നമ്പർ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് കൺഫേം ആധാർ നമ്പർ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് പ്രൈവസി പോളിസി എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള ഈ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ സിം കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ സിം കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ ടു സെൻഡ് SMS എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഫോണിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ SMS സെൻഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നമ്മുടെ ഫോണിൽ ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആധാർ കാർഡിൽ നൽകിയ നമ്പറിലായിരുന്നില്ല. ആധാർ കാർഡിൽ നൽകിയ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തുടർന്ന് ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ താഴെയുള്ള സ്റ്റാർട്ട് ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. ക്യാമറ ഓപ്പണായി വരുന്ന സമയത്ത് ഇതുപോലെ ഡീഫോൾട്ടായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ക്യാമറയുടെ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ബാക്ക് ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. തുടർന്ന് നമ്മുടെ ഫേസ് ഇവിടെ കാണിച്ചിട്ടുള്ള ക്യാമറയിലുള്ള ആ ഒരു ഫേസിൻ്റെ ഐക്കണിൽ കറക്റ്റായി വരുന്ന രൂപത്തിലൊന്ന് കൊണ്ടുവരിക. ഇതിൽ കറക്റ്റ് ആയതിനു ശേഷം നമ്മുടെ കണ്ണൊന്ന് ചിമ്മണം. അപ്പോൾ ഈ ഒരു റെഡ് ലൈന് ഗ്രീനായി മാറും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫേസ് ഓതൻറ്റിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. തുടർന്ന് ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ ആധാർ കാർഡിലുള്ള നെയിം ഇവിടെ കാണാവുന്നതാണ്. തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആപ്പിന് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് കണ്ടിന്യൂ ടു സെറ്റ് പിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ക്രിയേറ്റ് എ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എന്നുള്ളത്. ഇവിടെ നിങ്ങളൊരു 6 അക്ക പിൻ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ ഭാഗത്തും മുകളിൽ കൊടുത്ത അതേ പിൻ നമ്പർ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള കൺഫേം പിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്കിതുപോലെ നമ്മുടെ ഫോണിൻ്റെ ബയോമെട്രിക് ലോക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അലോ പെർമിഷൻ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർമിഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി അലോ പെർമിഷൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആപ്പ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ആധാർ കാർഡിൻ്റെ QR കോഡൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ശേഷം ഇനി നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണ് നേരെ കാണുന്ന ആഡ് പ്രൊഫൈൽ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ പ്രൊഫൈൽ കൂടെ ഈ ഒരു ആപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ 5 പ്രൊഫൈൽ വരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ആധാർ കാർഡിൻ്റെ QR കോഡിന് താഴെയായിട്ട് നമുക്ക് സെലക്റ്റീവ് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. തുടർന്ന് നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പണായി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് നമ്മുടെ ആധാർ കാർഡിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര്, അഡ്രസ്സ് എന്നുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഞാനിവിടെ നെയിം, അഡ്രസ്സ്, മാസ്ക്ഡ് ആധാർ എന്നുള്ള 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഇവിടെ താഴെയുള്ള ഷെയർ കസ്റ്റം ID എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഐഡിയുടെ പ്രിവ്യൂ നമുക്ക് ഇതുപോലെ കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ഷെയർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പ് മുഖേനയോ നമുക്ക് വേണ്ട രീതിയിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം ഷെയർ ചെയ്യാവുന്നതാണ്. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായ രീതിയിൽ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇവിടെയുള്ള ഡൗൺലോഡ് ആധാർ എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോം പേജിൽ വരുന്നത്. ഇനി നമുക്കിവിടെ താഴെയുള്ള സെക്യൂരിറ്റി എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ആപ്പിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബയോമെട്രിക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ നോക്കാം. അപ്പോൾ അതിലെന്തൊക്കെ സർവീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സർവീസസ് എന്നുള്ളതിൽ നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായി നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് അഡ്രസ് അപ്ഡേറ്റ് ആണ്. നമുക്ക് നമ്മുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ മുഖേന സാധിക്കുന്നതാണ്. ഇമെയിൽ ആഡ് ഓർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൂടെ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. തുടർന്ന് താഴെയായിട്ട് അതർ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഷെയർ കോൺടാക്റ്റ്, ഡൗൺലോഡ് ഓഫ്ലൈൻ KYC, ഫൈൻഡ് ആധാർ സെൻറ്റർ, ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെയാണ് നമുക്ക് അതർ സർവീസസ് എന്നുള്ളതിൽ വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഷെയർ കോൺടാക്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇതുപോലെ നമുക്കൊരു QR കോഡായി ലഭിക്കുന്നതായിരിക്കും. ഡൗൺലോഡ് കോൺടാക്റ്റ് കാർഡ് എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കാർഡ് കോൺടാക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു കോൺടാക്റ്റ് കാർഡ് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ ആധാർ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മൊബൈലിൽ തന്നെ ആധാർ സൂക്ഷിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.